ആ ഹലോ ഉമ്മച്ചേട്ടാ, അതെ നിങ്ങൾ എവിടെയുള്ളേ? ഞാൻ ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. എന്തേ? സൂര്യ ഒരു കാര്യായിട്ടാലേ അത് ഏറ്റത് തന്നെയാ. എനിക്കറിയാം, കൊറേ കാലം അനുഭവിക്കുന്നു. എന്താ കാര്യം പറയും? നിങ്ങൾ പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരി. ആയിക്കോട്ടെ, എത്തിപ്പോയി. എന്തേടാ? സൂര്യ ഒരു കാര്യായിട്ടാലേ അത് ഏറ്റത് തന്നെയാ. അയ്യോ, അത് എന്നോട് പറയണ്ട, ഞാൻ കൊറേ അനുഭവിച്ചല്ലേ. കാര്യം പറയും. ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളെ കണ്ടോ? അതുണ്ട്. എങ്ങനുണ്ട്? അടിപൊളി കുട്ടിയാണല്ലോ. അതാണ് ഞങ്ങൾ കണ്ടുപിടിച്ച കുട്ടി. ഈ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ മൊത്തം അന്വേഷിച്ചില്ല ഞാൻ. കല്യാണം കഴിഞ്ഞില്ല, നെറ്റിയിൽ സിന്ദൂരില്ല, കഴുത്തില് താലിമാലില്ല. പിന്നെ എന്ത് എത്രയും കാലം കല്യാണം ചെയ്യാഞ്ഞ്? അതിന് ചൊവ്വാദോഷാണെന്ന്. ചൊവ്വാദോഷ? അങ്ങനെയാ? എനിക്ക് എന്നെ തീരെ വിശ്വാസമില്ല. എനിക്ക് നേരിട്ട് ബോധ്യപ്പെടണോ? ഇന്ന വിശ്വാസം ഇല്ലെങ്കിലേ നേരിട്ടാണ്ട് പോയി ചോദിച്ചാളി. പോയി ചോദിക്കൂ. കാരണം എന്താ, കുറെ ഉണ്ടെങ്കിൽ കുടുങ്ങിയതാ. അത് ഞാൻ പോയി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ, എന്നിട്ടൊക്കെ പറയാം. ശരി. സമയത്തേ 9. ബസ് പോയോ? ഇല്ല, വന്നിട്ടില്ല. ജോലി ചെയ്യാ? അതെ അതെ. എവിടെ? സിവിൽ. കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. ചൊവ്വാദോഷം ഉണ്ടല്ലേ? അതെ. കൊടുക്കയി. എടാ, ഈ പറഞ്ഞതൊക്കെ കറക്റ്റാ. ചൊവ്വാദോഷം ആയതുകൊണ്ട് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. താങ്ക് യു. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ ആര് കാത്തിക്കണേ? ഇപ്പൊ തന്നെ ചോദിച്ചിട്ടേ പോയി കൂട്ടിക്കൊണ്ട് കല്യാണം കഴിച്ചാളി. ചോദിച്ചാളല്ലേ? പിന്നല്ല. പോയി വരാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഞാനും മഞ്ഞ, നിങ്ങളും മഞ്ഞ അല്ലേ? എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളൊന്ന് കല്യാണം കഴിച്ചാലോ? അയ്യോ, എനിക്ക് 3 കുട്ടികളുണ്ട്. 3 കുട്ടികളോ? നിങ്ങളല്ലേ നിങ്ങളെ കല്യാണം ഇല്ലാന്ന്? കല്യാണം കഴിഞ്ഞിട്ടില്ല, ലിവിങ് ടുഗദറാണ്. നിങ്ങളല്ലേന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ചൊവ്വാദോഷമായിട്ട് കല്യാണം ഇല്ലാന്ന്? അതെ, ചൊവ്വാദോഷം ആയതുകൊണ്ട് കല്യാണം കഴിച്ച എന്റെ ഭർത്താവ് മരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ലിവിങ് ടുഗദറാക്കി. ലിവിങ് ടുഗദർ? സൂതി പറഞ്ഞ വരിക. ഇനിയിപ്പോ 2 സാക്ഷികൾ വേണ്ടിയില്ലേ? ഒന്ന് ഞാണ്ട് മുൻപ് സംഗീതം വിളിക്കുക. എന്താ മട്ടലൊക്കെ പൊട്ടിക്കണ്? ഒരു കാര്യം അന്വേഷിക്കുമ്പോ മര്യാദയ്ക്ക് അന്വേഷിക്കണം. ഞാൻ എന്താണ് ചെയ്തത്? എടാ, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ നിനക്കറിയോ? എന്താണ് അതോടെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ചങ്ങായി. എനിക്കറിയപ്പത് എത്ര പ്രാവശ്യം അതിനെ പറ്റി അങ്ങനെ കേൾക്കണം.